അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വീഡിയോയിൽ റമളാൻ മാസത്തിൽ നമുക്ക് ചെയ്യാവുന്ന ഇബാദത്തുകളെ ഒരു പ്ലാൻ ആക്കിയിട്ട് പറഞ്ഞു തരാം. അതിനു മുമ്പ് നമുക്ക് ഖുർആനിൽ നരകത്തിലെ ശിക്ഷയെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം അള്ളാഹു കാരുണ്യവാനാണെന്ന്. അപ്പോൾ നമ്മളിൽ ചിലരുടെയെങ്കിലും മനസ്സിൽ വരുന്നതായിരിക്കും, അള്ളാഹു കാരുണ്യവാനല്ലേ, നമ്മളെ അത്രയ്ക്ക് ശിക്ഷിക്കുകയൊന്നുമില്ല, നമ്മൾ എന്തെങ്കിലും തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു എല്ലാം പുറത്ത് തരുമെന്നായിരിക്കും. അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട് തന്നെയാണ് നമ്മൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും ഒരു തൗബ കൊണ്ട് അത് അള്ളാഹു പുറത്ത് തരുന്നത്. പക്ഷേ നമ്മൾ ആ കാരുണ്യത്തെ സ്വീകരിക്കാതെ തൗബ ചെയ്യാതെ തെറ്റുകളിങ്ങനെ ചെയ്തു കൂട്ടിയാൽ നമുക്ക് എന്തായാലും ശിക്ഷ കിട്ടും. അള്ളാഹു നമ്മളെ എങ്ങനെയാണ് ശിക്ഷിക്കുന്നതെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലുള്ള കുറച്ച് ശിക്ഷകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സൂറത്തുൻ നിസായിലെ 56-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും നമ്മുടെ തെളിവുകൾ നിഷേധിച്ചവരെ നാം നരകത്തിലിട്ട് കരിക്കുന്നതാണ്. അവരുടെ തൊലികൾ വെന്തുപോകുമ്പോഴെല്ലാം അവർക്ക് നാം വേറെ തൊലികൾ മാറ്റിക്കൊടുക്കുന്നതാണ്. അവർ ശിക്ഷ ആസ്വദിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടിയാണത്. തീർച്ചയായും അള്ളാഹു പ്രതാപവാനും യുക്തിമാനുമാകുന്നു. ഇനി സൂറത്തുൽ മുഹമ്മദിലെ 15-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നരകവാസികൾക്കാവട്ടെ കൊടും ചൂടുള്ള വെള്ളമായിരിക്കും കുടിക്കാൻ നൽകപ്പെടുക. അങ്ങനെ അത് അവരുടെ കുടലുകളെ ഛിന്ന ഭിന്നമാക്കി കളയും. സൂറത്തുൽ ഹജ്ജിലെ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അവിശ്വസിച്ചവരാലോ അവർക്ക് അഗ്നി കൊണ്ടുള്ള വസ്ത്രങ്ങൾ മുറിച്ചു കൊടുക്കപ്പെടുന്നതാണ്. അവരുടെ തലയ്ക്കുമീതെ തിളയ്ക്കുന്ന വെള്ളം ചൊരിയപ്പെടുന്നതാണ്. സൂറത്തുൽ ദുഹാനിൽ അള്ളാഹു പറയുന്നുണ്ട്, തീർച്ചയായും സക്കും വൃക്ഷമാകുന്നു നരകത്തിൽ പാപിയുടെ ആഹാരം. ഉരുകിയ ലോഹം പോലിരിക്കും അതിൻ്റെ കനി, അത് വയറുകളിൽ തിളയ്ക്കും ചൂടുവെള്ളം തിളയ്ക്കുന്നത് പോലെ. ഇതുപോലെ ഒരുപാട് ശിക്ഷകളെ പറ്റി ഖുർആനിൽ പല സ്ഥലത്തും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ നിസ്സാരമായിട്ട് കാണരുത്. ഈ ലോകത്ത് നമ്മളെ അള്ളാഹു ജനിപ്പിച്ചത് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കാനോ വിഷമിച്ച് ജീവിക്കാനോ ഒന്നിനുമല്ല. അള്ളാഹു നമ്മളെ ജനിപ്പിച്ചത് അള്ളാഹുവിന് പരീക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലൂടെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. അല്ലാതെ ഹറാം ചെയ്ത് നമ്മൾ ഒരിക്കലും സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കരുത്. നമ്മൾ തൗബ ചെയ്യുന്നതും നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന രീതിയിൽ ചെയ്യരുത്. നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു തരും എന്തായാലും. അതുകൊണ്ട് ചെയ്ത തെറ്റിന് അള്ളാഹുവിനോട് തൗബ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇനി തെറ്റ് ചെയ്താലോ വീണ്ടും തൗബ ചെയ്താൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കത്തില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് കുറ്റബോധം വന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് തീരുമാനിച്ച് ഇനി ഒരിക്കലും ഈ തെറ്റ് ചെയ്യില്ല എന്ന് തീരുമാനിച്ചിട്ട് വേണം തൗബ ചെയ്യാൻ. അല്ലാതെ ഇനിയും ഈ തെറ്റ് ചെയ്തു പോയാൽ എനിക്ക് തൗബ ചെയ്താൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് തൗബ ചെയ്താൽ അള്ളാഹു സ്വീകരിക്കത്തില്ല. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഈ തെറ്റ് ചെയ്യത്തില്ല എന്ന് വിചാരിച്ച് തൗബ ചെയ്താലും ചില സാഹചര്യങ്ങളിൽ ആ തെറ്റ് ചെയ്തു പോകണമെങ്കിൽ നമ്മൾ വീണ്ടും തൗബ ചെയ്യണം. അള്ളാഹു പുറത്ത് തരും. പക്ഷേ നമ്മൾ വീണ്ടും ആ തെറ്റ് ചെയ്യാം, തൗബ ചെയ്ത് മാപ്പ് വാങ്ങാം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തൗബ ചെയ്താൽ അള്ളാഹു പുറത്ത് തരത്തില്ല. ഇനി നമുക്ക് റമളാൻ മാസത്തിൽ ഇബാദത്തുകൾ ചെയ്യേണ്ട ഒരു പ്ലാൻ ഞാൻ പറഞ്ഞു തരാം. കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു റമദാൻ പ്ലാൻ ചെയ്യുമോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇബാദത്തുകൾ ചെയ്യാം. ഞാൻ ഈ വീഡിയോയിൽ ഒരു പ്ലാൻ പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് റമളാൻ മാസത്തിൽ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാൻ നോക്കാം. ഫസ്റ്റത്തെ കാര്യം, ഈ റമളാൻ മാസത്തിൽ നമ്മൾ ഒരു ഹത്തമെങ്കിലും ഓതി തീർക്കുമെന്ന് തീരുമാനിക്കണം. നമുക്ക് പറ്റുന്നത്ര ഹത്തം ഓതാം. ഇതുവരെയും ഹത്തം ഓതാത്തവരാണെങ്കിൽ ഈ റമളാൻ മാസത്തിൽ ഒരു ഹത്തമെങ്കിലും ഓതുമെന്ന് തീരുമാനിക്കണം. പിന്നെ ആർക്കെങ്കിലും ഉംറയൊക്കെ ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ അവർ ഉംറ ചെയ്യണം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, റമളാൻ മാസത്തിൽ ഉംറ ചെയ്യുന്നത് ഹജ്ജിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന്. പിന്നെ ഈ റമളാൻ മാസത്തിൽ നമ്മൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെന്ന് തീരുമാനിക്കണം. കുറഞ്ഞത് ഒരു കാര്യമെങ്കിലും നമ്മൾ പഠിക്കുമെന്ന് തീരുമാനിക്കണം. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു മുസ്ലിം ഏറ്റവും കൂടുതലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഷിർക്ക്. അപ്പോൾ നിങ്ങൾ ഷിർക്കിനെ കുറിച്ച് സ്വന്തമായിട്ട് പഠിക്കാൻ ശ്രമിക്കണം. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമുള്ളത് നോക്കിയിട്ട് പഠിക്കണം. സ്വന്തമായിട്ട് ഖുർആൻ്റെയും ഹദീസിൻ്റെയും അർത്ഥം നോക്കിയിട്ട് പഠിക്കണം. ഈ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കുറച്ച് ഇബാദത്തുകൾ ഓർഡർ ആക്കിയിട്ട് പറഞ്ഞു തരാം.
ഫസ്റ്റ് നമ്മൾ രാവിലെ അത്താഴം കഴിക്കാൻ വേണ്ടിയിട്ട് എണീക്കും. നമ്മളൊരു 3-4 മണിക്കൊക്കെ ആയിരിക്കുമല്ലോ എണീക്കുന്നത്. ഈ സമയമാണ് രാത്രി 3ആയിട്ട് ഭാഗിച്ചതിൽ അതിലെ അവസാനത്തെ ഭാഗം. ഈ സമയത്താണ് അള്ളാഹു നമ്മളുടെ ഏറ്റവും അടുത്തായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ സമയത്ത് തഹജ്ജുദും വിത്റും നിസ്കരിക്കണം. നമ്മൾ അത്താഴം കഴിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കാൻ നോക്കരുത്. കാരണം തഹജ്ജുദ് എന്ന് പറയുന്നത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നിസ്കരിക്കുന്നതാണ് രാത്രിയിൽ. അപ്പോൾ നമ്മൾ ആദ്യം തഹജ്ജുദൊക്കെ നിസ്കരിച്ചിട്ട് വേണം അത്താഴം കഴിക്കാൻ. പിന്നെ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, ഒരു സംശയം, തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞ് വിത്ർ നിസ്കാരം നിസ്കരിക്കണോ, അതൊന്ന് പറയോ എങ്ങനെയെന്നൊക്കെ. നമ്മൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ട് വിത്ർ നിസ്കരിക്കുന്നതാണ് സുന്നത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ രാത്രിയിലെ നിസ്കാരത്തിൽ ഏറ്റവും അവസാനത്തേത് വിത്റാക്കണമെന്ന്. നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കേണ്ടത് ഈവൻ നമ്പറായിട്ടാണ്, അതായത് 2, 4, 6 അങ്ങനെ റക്കാത്തുകളായിട്ടാണ്. ഓരോ 2 റക്കാത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ സലാം വീട്ടിയിട്ട് നിസ്കരിക്കണം. ഇനി വിത്ർ നിസ്കരിക്കേണ്ടത് നമ്മൾ ഓഡ് നമ്പറിൻ്റെ രീതിയിലായിട്ടാണ്, അതായത് 1, 3. തഹജ്ജുദിൻ്റെ ഏറ്റവും കുറഞ്ഞത് 2 റക്കാത്തും വിത്റിൻ്റെ ഏറ്റവും കുറഞ്ഞത് 1 റക്കാത്തുമാണ്. തഹജ്ജുദും വിത്ർ നിസ്കരിച്ചിട്ട് നമ്മൾ അത്താഴം കഴിക്കണം. എന്നിട്ട് നമ്മൾ 2 റക്കാത്ത് സുന്നത്തായിട്ടുള്ള സുബഹിക്ക് മുമ്പുള്ള നിസ്കാരം നിസ്കരിക്കണം. എന്നിട്ട് സുബഹി നിസ്കരിക്കണം. എന്നിട്ട് നമ്മൾ നമുക്കറിയാവുന്ന കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലണം. ഉദാഹരണത്തിന് 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാ, പിന്നെ 33 പ്രാവശ്യം അല്ലാഹു അക്ബർ. പിന്നെ ആയത്തുൽ കുർസി ഓതണം. അത് എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷവും ഓതണം. പിന്നെ സയ്യിദുൽ ഇസ്തിഗ്ഫാറിൻ്റെ ദുആ ഓതണം. അത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് വേറെ വീഡിയോയിലൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നമ്മൾ ഹത്തം ഓതാന്ന് തീരുമാനിച്ചില്ലേ, അപ്പോൾ നമ്മൾ ഒരു ഹത്തമാണെങ്കിൽ ഓരോ ദിവസത്തിലെ നമുക്ക് 30 ദിവസം നോമ്പില്ലേ, അപ്പോൾ ഓരോ ദിവസത്തിലെ ഓരോ നിസ്കാരങ്ങളിൽ 2 പേപ്പർ വെച്ച് ഓതണം. അങ്ങനെ ഒരു ദിവസം 10 പേപ്പർ കംപ്ലീറ്റ് ആവും. 10 പേപ്പർ ആകുമ്പോൾ ഒരു ജിസ്സു ആണ് ഏകദേശം. അപ്പോൾ 30 ദിവസം ആകുമ്പോൾ 30 ജിസ്സു, ഒരു ഹത്തം കംപ്ലീറ്റ് ആവും. പക്ഷേ എല്ലാവർക്കും 30 ദിവസം കിട്ടണമെന്നില്ല, 23 ദിവസമൊക്കെ കിട്ടുള്ളായിരിക്കും. അപ്പോൾ നമ്മൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഹത്തം ഓതണം. ഖുർആനൊക്കെ ഓതി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തത് ളുഹ നിസ്കരിക്കണം. അത് സൂര്യൻ ഉദിച്ചത് മുതൽ ലൊഹറിൻ്റെ സമയത്തിനുള്ളിലുള്ള ഏത് സമയത്ത് വേണമെങ്കിലും നിസ്കരിക്കാം. ലൊഹറിൻ്റെ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ലൊഹറിന് തൊട്ട് മുമ്പുള്ള 4 റക്കാത്ത് സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. എന്നിട്ട് ലൊഹർ നിസ്കരിക്കണം. അതിന് ശേഷവും 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരമുണ്ട്. പിന്നെ നമ്മൾ ആയത്തുൽ കുർസി ഓതണം, ദിക്റുകൾ ചൊല്ലണം, നമുക്കറിയാവുന്ന ദുആകൾ ചൊല്ലണം, പിന്നെ ഖുർആൻ ഓതണം. പിന്നെ അസറാകുമ്പോഴത്തേക്ക് നമ്മൾ അസർ നിസ്കരിച്ചിട്ട് ദിക്റുകളും ആയത്തുൽ കുർസിയും ദുആകളൊക്കെ ഓതി ഖുർആനും ഓതണം. അടുത്തത് മഗ്‌രിബാകുമ്പോഴത്തേക്ക് നമ്മൾ നോമ്പൊക്കെ മുറിച്ചിട്ട് മഗ്‌രിബ് നിസ്കരിക്കണം. നിസ്കരിച്ചിട്ട് മഗ്‌രിബിന് ശേഷം 2 റക്കാത്ത് സുന്നത്ത് നിസ്കരിക്കണം. അതിന് ശേഷം ദിക്റുകളും ദുആകളും ആയത്തുൽ കുർസിയും ഖുർആനൊക്കെ ഓതണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇശാ നിസ്കരിക്കണം. ഇശാ നിസ്കരിച്ച ശേഷം നമ്മൾ 2 റക്കാത്ത് സുന്നത്ത് നിസ്കാരം ഇശായുടെ നിസ്കരിക്കണം. എന്നിട്ട് നമ്മൾ വീണ്ടും ആയത്തുൽ കുർസിയും ദിക്റുകളും ദുആകളൊക്കെ ഓതിയിട്ട് ഖുർആൻ ഓതണം. അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് സമയം റെസ്റ്റൊക്കെ എടുത്തിട്ട് തറാവീഹ് നിസ്കരിക്കണം. എനിക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് റമദാനിൽ തറാവീഹ് നമസ്കാരം ഇശായ്ക്ക് ശേഷം ഒന്ന് ഉറങ്ങിയിട്ട് നമസ്കരിക്കാൻ പറ്റുമോ എന്ന്. നിസ്കരിക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ക്ഷീണമൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഉറങ്ങിയിട്ട് നിസ്കരിക്കാൻ തറാവീഹ്. ഇതാണ് റമദാനിലെ ഒരു സിമ്പിളായിട്ടുള്ള ഇബാദ പ്ലാൻ. ഇനിയും ഒരുപാട് സുന്നത്തുകളുണ്ട്, അതൊക്കെ വേണമെങ്കിലും ചേർക്കാം നിങ്ങൾക്ക്. ഞാൻ ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്ലാനാണ് പറഞ്ഞത്. സിമ്പിളെന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പ്രതിഫലേ കിട്ടുള്ളൂ എന്ന് സംശയിക്കേണ്ട. ഒരുപാട് പ്രതിഫലങ്ങൾ കിട്ടുമെന്ന് ഹദീസിൽ പറഞ്ഞിട്ടുള്ള ഉന്നതായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ ഇബാദത്തിന് പോലും വില കുറച്ച് കാണരുത്. പിന്നെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഓരോ ജോലികളില്ലേ, വൃത്തിയാക്കുന്നതും കുക്ക് ചെയ്യുന്നതും ഒക്കെ, വീട്ടിലെ ജോലി ചെയ്യുന്നത് മാത്രമല്ല, നമ്മളിപ്പോൾ നമുക്ക് ജോബൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ ജോബിന് പോകുമ്പോഴേക്ക് നമുക്ക് നിയ്യത്ത് വെക്കണം മനസ്സിൽ. അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് ആഹാരം കൊടുക്കുവാനോ, എൻ്റെ വീട് വൃത്തിയായിരിക്കുവാനോ, എൻ്റെ കുടുംബത്തിലെ ചിലവ് നോക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ജോലിക്ക് പോകണു, ഞാൻ ആഹാരം വയ്ക്കുന്നു, ഞാൻ വീട് വൃത്തിയാക്കുന്നു. ഇങ്ങനെ ഓരോ കാര്യം ചെയ്യുമ്പോഴും നമ്മൾ നിയ്യത്ത് വെച്ചിട്ട് ചെയ്താൽ ഈ കാര്യങ്ങളെല്ലാം ഇബാദത്തായിട്ട് മാറും.
റമളാൻ മാസത്തിൽ മാത്രമല്ല നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ നിയത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം നമ്മൾ ചെയ്യുന്നത് എല്ലാ ഇബാദത്തായിട്ട് മാറും. ഈ ജോലി ചെയ്യുന്നത് മാത്രമല്ല, നമ്മൾ പഠിക്കുന്നതും നമ്മൾ യാത്ര പോകുന്നതും എല്ലാം നിയത്ത് വെച്ചിട്ട് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് കുറേ പ്രതിഫലം കിട്ടുന്ന കുറച്ച് ദിക്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ഹദീസൊക്കെ വെച്ചിട്ട് പറഞ്ഞു തരാം. പിന്നെ കുറച്ച് കമൻറ്റുകളുടെ റിപ്ലൈയും പറയാനുണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.